നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കറിവേപ്പില ചിക്കൻ. നമ്മുടെ തനി നാടൻ ടേസ്റ്റിലുള്ള കറിവേപ്പില ചിക്കൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഹോൾ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തത് 2 കിലോ, കറിവേപ്പില ആവശ്യത്തിന്, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് പകുതി നാരങ്ങയുടേത്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിന്നിവിടെ ഇതുപോലെ 2 ബഞ്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും 4 തണ്ട് കറിവേപ്പില ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. കറിവേപ്പില ചിക്കൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ടിനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അടുത്തതായി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ പീസുകളിൽ കറിവേപ്പിലയും മുളക് പൊടിയും കുരുമുളകും വെളിച്ചെണ്ണ എല്ലാം ഇപ്പോൾ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. നമുക്കിതിന് 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ സ്കില്ലറ്റിലോട്ട് ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 തണ്ട് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ കറിവേപ്പില നമുക്ക് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ സ്കില്ലറ്റിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇതിനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അടുക്കി പിടിക്കാതെ ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊർന്നിറങ്ങി വന്നോളൂ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ കറിവേപ്പില ചിക്കൻ 3-4 ദിവസം കേടുകൂടാതിരിക്കും. നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും കൂടിയുള്ള സ്വാദ് അടിപൊളി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ടിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കറിവേപ്പില ഇട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.